ഇപ്പോൾ കാനത്തിൽ ജമീല MLA നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. MLA, വളരെ വേദനാജനകമായ വാർത്തയാണ്. ഈ 4 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. ഈ കടൽ വലിഞ്ഞു നിൽക്കുകയായിരുന്നു, അതറിയാതെ അവർ അങ്ങോട്ട് പോയി. വളരെ പെട്ടെന്ന് അതിശക്തമായ തിരമാലയടിച്ചുണ്ടായ അപകടം എന്നാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്നത്. അങ്ങനെയാണോ? വിവരങ്ങൾ എന്താണ്? താങ്കൾക്ക് ലഭ്യമായ വിവരങ്ങൾ എന്താണ്? ബീച്ചായിട്ടാണിത്. ഇവിടെ വാഹനങ്ങൾ ഒരുപാട് വരാറുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിലെല്ലാം തന്നെ ഒരുപാട് ജനങ്ങൾ തടിച്ചുകൂടുന്ന ഒരു സ്ഥലമാണ്. എല്ലാവരും നന്നായിട്ട് സന്തോഷിക്കുന്ന ഒരു ബീച്ചാണിത് എന്നുള്ളതാണ്. വളരെ മനോഹരമായിട്ടുള്ള ബീച്ചാണ്. ഈ അടുത്ത കാലത്താണ് ഇത്രയും ആളുകൾ ഇവിടെ വരാറുള്ളത്. പക്ഷേ കടലിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ളത് അവിടെ കോസ്റ്റൽ ഗാർഡ് എല്ലാം ഉണ്ടാവാറുണ്ട്. അവര് നിർബന്ധമായിട്ടും അത് സ്ട്രിക്റ്റ് ആക്കാറുണ്ട്, കടലിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ളത്. അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ എല്ലാ സമയത്തും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അവരും പറയാറുണ്ട് കടലിൽ ഇറങ്ങണ്ട എന്ന്. ഇറങ്ങാറില്ല അങ്ങനെ ആരും. പക്ഷേ ഇവര് വയനാട്ടിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കാം അവർ ആവേശത്തിൽ ഇറങ്ങി. കുറച്ചാളുകൾ കരയിൽ നിന്ന് കളിക്കായിരുന്നു. അവര് കടലിൽ ഇറങ്ങിയിട്ടുള്ള 5 പേരാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഒരാളെ മാത്രമേ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അവിടെ നവീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബീച്ചാണത്. അവിടെ ഇപ്പൊ മന്ത്രിയുടെ ഫണ്ടെല്ലാം തന്നെ ഉപയോഗിച്ച് ഇപ്പൊ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബെഞ്ചും ഗാർഡനും കാര്യങ്ങളെല്ലാം തന്നെ വെച്ചുകൊണ്ട്. അപ്പൊ ഇനിയിപ്പോ അപകടം ഉണ്ടാകും എന്നുള്ളത് മനസ്സിലായത് കൊണ്ട് തന്നെ അടുത്ത ദിവസം DTPC ചെയർമാൻ എന്നുള്ള രീതിയിൽ കലക്ടറെ കൂടെ വിളിച്ചു, മന്ത്രിയോടും കൂടെ സംസാരിച്ചിട്ട് അതിൽ നിയന്ത്രണം വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ സെക്യൂരിറ്റി ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ള കാര്യമാണ് അതിൽ പറയാനുള്ളത്. വളരെ വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. 2 സ്ത്രീകളും 2 പുരുഷന്മാരുമാണ് ഇപ്പൊ മരണമടഞ്ഞിട്ടുള്ളത്. അവരെ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. MLA പറഞ്ഞ പോലെ തന്നെയാണ് അവിടെ ഈ കൂടുതൽ ആളുകൾ ഈ സമീപകാലത്തായിട്ട് അവിടേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തുന്ന ആലോചനയിലാണ് എന്നും MLA പറയുന്നുണ്ട്. എത്ര ലൈഫ് ഗാർഡിൻ്റെ സേവനമാണ് അവിടെ ഇപ്പോൾ ഉള്ളത്? ഈ വിനോദസഞ്ചാരികളായതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ കടലിങ്ങനെ ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് എന്നുള്ള കാര്യമൊന്നും, അപകട സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? അതെ അതെ, കടലിനെ അറിയാതെയാണ് കടലിലേക്ക് ചാടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കൂടുതലായിട്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അത് തന്നെയാണല്ലോ പല സ്ഥലങ്ങളിലും. അതേപോലെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാണുമ്പോൾ വളരെ ശാന്തതയുള്ള ഒരു കടലാണ്. വളരെ ദൂരെയാണ്. കര കൂടുതലുള്ളത് കൊണ്ട് തന്നെ അറിയില്ല നമുക്ക് അതിന്റെ തിരമാല എങ്ങനെയാണ്, ഇതിന്റെ ആഴം എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷെ ഒരു അപകടവും ഇതുവരെ ഇത്രയും ആളുകൾ വരുന്ന ഒരു ബീച്ചായിട്ടും ഇതുവരെ ഒരു അപകടം വന്നിട്ടില്ലായിരുന്നു. നമുക്കുള്ളൊരു പ്രശ്നം സാധാരണ ഉണ്ടാവാറുള്ളത് അവിടെ വരുന്ന വാഹനങ്ങൾ ആക്സിഡന്റ് ഉണ്ടാവാറുണ്ടോ എന്നുള്ളത് ചിലപ്പോഴെല്ലാം തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവാറുണ്ട് എന്നല്ലാതെ കടലിൽ ഇറങ്ങിയിട്ടൊരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല ഇതുവരെ. എന്നിരുന്നാലും സെക്യൂരിറ്റി വേണ്ടതെല്ലാം തന്നെ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് മന്ത്രിയുമായിട്ട് ആലോചിച്ചുകൊണ്ട് കളക്ടറുമായിട്ട് ആലോചിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും എന്നുള്ള കാര്യമാണ് അതിൽ പറയാനുള്ളത്. ശരി. കാനത്തിൽ ജമീല MLA നമ്മളോട് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു. കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് തിരയിൽപ്പെട്ട് 4 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്.